അപ്പം മച്ചാന്മാരെ, നമ്മുടെ ചാനൽ 3K സബ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ മച്ചാന്മാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്നൊരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് 1-2 മാസമായി. അപ്പം നമ്മൾ ഇന്നാണ് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഈ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്ന പുതിയ ഫീച്ചർ കൊണ്ട് നമുക്ക് എന്നൊക്കെ ഉപയോഗം ഉണ്ടെന്ന് വെച്ചാൽ, അത് നമ്മളിപ്പം ആ ഫീച്ചർ ഒരു പോസ്റ്റിൽ ആ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിട്ട പോസ്റ്റ് നമ്മൾ ആരെയാണോ ഇൻവൈറ്റ് കൊളാബറേറ്ററായിട്ട് യൂസ് ചെയ്തത് ആ വ്യക്തിയുടെ ഫീഡ്സിലൊക്കെ പോകുന്നതാണ് നമ്മുടെ പോസ്റ്റ്. അപ്പോൾ അതിലൂടെ നമുക്ക് ലൈക്കും കിട്ടും, അതുപോലെ ഫോളോവേഴ്സും കിട്ടും, കമൻറ്റും കിട്ടും, നമ്മുടെ അക്കൗണ്ടിന് റീച്ച് കൂട്ടാൻ സാധിക്കും. അതാണ് ഇൻവൈറ്റ് കൊളാബറേറ്റർ കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ മച്ചന്മാരെ, നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഭാഗത്തേക്ക് വരിക. അപ്പോൾ ഞാനിവിടെ ആയിട്ടൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനലിൻ്റെ ലോഗോ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാഗ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ചെല്ലാം. ഞാൻ നേരെ ടാഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് ചെന്നു. അവിടെ ടാഗ് പീപ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെയായിട്ട് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് അക്കൗണ്ടിനെയാണ് കൊളാബറേറ്ററായിട്ട് യൂസ് ചെയ്യേണ്ടത്, നമ്മളിവിടെ അക്കൗണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ ബേസിസ് വൈറ്റി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെയാണ്, നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെയാണ് ഞാനിവിടെ കൊളാബറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൊളാബറേറ്ററായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊക്കത്തായിട്ടുള്ള ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പോസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പം നേരെ ഒരു റിക്വസ്റ്റ്, ഞാൻ ടാഗ് ചെയ്ത കൊളാബറേറ്ററായിട്ട് ടാഗ് ചെയ്ത ആ അക്കൗണ്ടിലേക്ക് ഒരു റിക്വസ്റ്റ് പോകുന്നതാണ്. ഇന്ന പോലെ നിങ്ങളെ ഒരാൾ കൊളാബറേറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് നമ്മൾ ആരെയാണോ കൊളാബറേറ്ററായിട്ട് ടാഗ് ചെയ്തത് ആ വ്യക്തിയുടെ ഫീഡ്സിലേക്ക് പോകുന്നതാണ്. ഇപ്പം ഞാൻ മറ്റേ ടാഗ് ചെയ്ത അക്കൗണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ടാഗ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്നേക്കുന്ന ഒരു മെസ്സേജാണ്. ഇതുപോലൊരു മെസ്സേജ് അവിടെ ചെന്നിട്ടുണ്ട്. ഇനി ഞാൻ ടാഗ് ചെയ്ത ആ അക്കൗണ്ട് എടുക്കുകയാണ്. ഇൻവൈറ്റ് കൊളാബറേറ്ററായിട്ട് ടാഗ് ചെയ്ത അക്കൗണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ പൊക്കത്തായിട്ടൊരു മെസ്സേജ് വന്നേക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇൻവൈറ്റ് കൊളാബറേറ്ററായിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന പോലെ ഒരു മെസ്സേജാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ വ്യൂ ഇൻവൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് നമുക്ക് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ അതിന് ശേഷം അക്സെപ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ അക്സെപ്റ്റ് ഞെക്കുക. ഇപ്പം നമ്മൾ ആ ഇൻവൈറ്റ് കൊളാബറേറ്ററായിട്ട് ഇതായിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫീഡ്സിലേക്ക് ഈ പോസ്റ്റ് വരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ പൊക്കത്തായിട്ട് 2 അക്കൗണ്ട് തമ്മിൽ ഇതാക്കിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. റോണമാനിക് 07 അതുപോലെ മൊബൈൽ ബേസിസ് വൈറ്റിയും കൂടി ഇതായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ലിങ്ക് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ 2 അക്കൗണ്ടിലേക്കും ഈ പോസ്റ്റ് ഫീഡ്സായിട്ട് ചെല്ലുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.